എല്ലാവർക്കും നമസ്കാരം. 2018 ഞങ്ങൾ ആദ്യമായിട്ട് ഈ സിനിമ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. അന്ന് ഞാൻ ആദ്യ ഓസ്കർ ഗോസ്റ്റ് എന്നുള്ള സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്ത് നിൽക്കുമ്പോഴാണ് ഡിജോ വിളിച്ചിരുന്നത്. ഒരു സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഡേറ്റുകൾ മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര പെടാപ്പാടായിരിക്കും. ഞാനും സിനിമയിൽ വന്നിട്ട് അധികമായിട്ടില്ല, അത്രയും സിനിമകൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഡിജോൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത്, ഇഷ്ടപ്പെട്ടാലും കമ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നിവൃത്തിയുടെ തൽക്കാലം ഉണ്ട്, അതുകൊണ്ട് നമുക്കിത് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. പക്ഷെ ഡിജോ പറഞ്ഞു എന്നാലും നമുക്കൊന്ന് വെറുതെ നമുക്കൊന്ന് ഇരുന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഡേറ്റ് ഉണ്ടാക്കി ചെയ്യണം എന്നെനിക്ക് തോന്നിയ ഒരു സിനിമയാണ്. അന്ന് സുരേഷ് ചേട്ടനും ഡിജോയും കൂടെ വന്നിട്ടാണ് അന്ന് നറേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു. ഇതിനിടയ്ക്ക് നമ്മൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ പലതവണ പ്ലാൻ ചെയ്തെങ്കിലും പലപ്പോഴും അത് നടന്നില്ല. പക്ഷെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത്രയും വർഷങ്ങളിൽ ആ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ അന്ന് കണ്ടതിനേക്കാൾ എത്രയോ എലിവേറ്റഡ് ആയിട്ടുള്ള സീനുകളുള്ള, എത്രയോ ഗംഭീരമായിട്ടുള്ള സീക്വൻസുകളുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു സിനിമയ്ക്ക്, ഒരു കലക്കൻ സിനിമയ്ക്ക് പറ്റിയ ഒരു സ്ക്രിപ്റ്റായിട്ട് ഇതിനെ ഒരു പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ഡിജോ മറ്റ് സിനിമകൾ ചെയ്തു, ഞാൻ മറ്റ് സിനിമകൾ ചെയ്തു. പക്ഷേ ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. പലതവണയായിട്ട് നമ്മൾ ഇതിൻ്റെ സ്ക്രിപ്റ്റുമായിട്ട് ഇരുന്നു. അതിപ്പോൾ ഫൈനലി നമുക്കിരിക്കുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തരുന്ന, ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു സ്ക്രിപ്റ്റുമായിട്ടാണ്. അതിൽ സുരേഷ് ഏട്ടൻ, ഡിജോ നന്ദി, ഒരുപാട് നന്ദി. ഇങ്ങനെ നിർത്താതെ അതിൽ പിന്നെയും പോളിഷ് ചെയ്ത് അതിനെ കൂടുതൽ നല്ല സ്ക്രിപ്റ്റാക്കി കൂടുതൽ നല്ല സിനിമയ്ക്കുള്ള സാധ്യത ഉണ്ടാക്കിയതിന് നന്ദി. പിന്നെ തീർച്ചയായിട്ടും നൗഫലും രിജേഷും തൻസീലും ഒക്കെ എനിക്ക് കുറേ കാലങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഞങ്ങളതിന് മുമ്പും ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തീവണ്ടി ആണെങ്കിലും ഗോവയാണെങ്കിലും മെക്സിക്കന്മാരുടെയൊക്കെ ആണെങ്കിലും ഇവരാണ് അത് UAE-ലും ഒക്കെ GCC കൺട്രീസിലും ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരുന്നത്. അതിനുശേഷം ഞങ്ങളിപ്പോൾ ടൂറിയോ തോമസ് പ്രൊഡക്ഷൻസും വേൾഡ് വൈഡ് ഫിലിംസും പാർട്ട്ണർഷിപ്പിലാണ് മാനവാസം എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ഒരു അസോസിയേഷൻ. ഈ സിനിമയുടെ സ്ക്രിപ്റ്റും എല്ലാം വായിച്ച് ഈ സിനിമയുടെ ഡിജോയുടെയും ഒക്കെ വിഷൻ മനസ്സിലാക്കി ഈ സിനിമയുടെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസർമാർക്ക് തീർച്ചയായിട്ടും ഭയങ്കര നന്ദി. ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. പിന്നെ ഇതുപോലെ ഞാൻ വർഷങ്ങളോളം കാത്തിരുന്ന് ചെയ്തിട്ടുള്ള സിനിമകൾ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് ഏറവും പിന്നെ തല്ലുമാല്, തീവണ്ടി പോലുള്ള സിനിമകളാണ്. നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിലും ചെയ്തപ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയിലും എനിക്കുള്ള കോൺഫിഡൻസ്. അന്ന് ഞങ്ങൾ ആദ്യം കണ്ട 2018 ഡിജോവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ്. ഇപ്പോൾ ഞാൻ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ്. ഞങ്ങളുടെ എക്സ്പീരിയൻസസിൽ നിന്ന് നമ്മൾ കൂടുതൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ഇതിന് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ക്രൂവും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ മ്യൂസിക് ചെയ്യുന്ന ജെയ്ക്സ് ആണെങ്കിലും, എഡിറ്റ് ചെയ്യുന്ന ശ്രീജിത്ത് ആണെങ്കിലും, ദിവാകർ മണി സിനിമാറ്റോഗ്രഫി ആണെങ്കിലും, ദിലീപ് നാഥ്